അത് വന്ന ആദ്യഘട്ടം മുതൽ ഞാൻ അസന്നിഗ്ധമായി പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇതിൽ നടന്നിട്ടുള്ളത് പച്ചയായ അഴിമതിയാണ് എന്നും ഒരു സേവനവും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രം മുഖ്യമന്ത്രിയിൽ നിന്നും ആനുകൂല്യങ്ങൾ പറ്റുന്നതിന് വേണ്ടി, സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ പറ്റുന്നതിന് വേണ്ടി കരിമണൽ കമ്പനി നൽകിയ പണമാണ് ഈ കോടിക്കണക്കിന് രൂപ എന്നും, അതുകൊണ്ട് ഇതിൽ അഴിമതി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ആക്ഷേപിക്കുകയും എന്നെ വേട്ടയാടുകയും ഞാൻ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് നിയമസഭയിലടക്കം അതിനെ പ്രതിരോധിക്കുകയും ചെയ്ത CPMന്റെ നേതാക്കന്മാരും ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് മറുപടി പറയണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. റൈറ്റ് ഫ്രം ദ ഹോഴ്സ് മൗത്ത് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അതായത് നേരിട്ട് കരിമണൽ കർത്തയിൽ നിന്ന് തന്നെ ഒരു സേവനവും നൽകാതെയാണ് ഞങ്ങൾ കോടിക്കണക്കിന് രൂപ നൽകിയത് എന്നും, അന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനുമായുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് പണം നൽകിയത് എന്നും സാക്ഷാൽ കർത്ത തന്നെ പറഞ്ഞ നിലയ്ക്ക് ഇനി ഇതിനപ്പുറത്തേക്ക് ഒരു തെളിവ് അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ഒരു കാര്യം പ്രൂവ് ചെയ്യാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ സംക്ഷിപ്തം എന്ന് പറയുന്നത് ഇത് സേവനത്തിന് വേണ്ടിയിട്ടല്ല, പിണറായി വിജയനുമായുള്ള ബന്ധം അല്ലെങ്കിൽ പിണറായി വിജയനിൽ നിന്നുള്ള സേവനത്തിന് വേണ്ടി നൽകിയ പണമാണ് എന്ന് കരിമണൽ കമ്പനിയുടെ MD ആയ കർത്ത തന്നെ പറയുന്നു. അതാണ് കേരള സമൂഹത്തോട് ഇത്രയും കാലം ഞാൻ പറയാൻ പരിശ്രമിച്ചതും അതിനു വേണ്ടിയിട്ടുള്ള, അത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടങ്ങളും ഒക്കെയാണ് ഞാൻ നടത്തിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് നേരത്തെ അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോടും ഇതേ കാര്യം പറഞ്ഞിരുന്നു. എന്തായാലും വളരെ സുപ്രധാനമായ ഒരു ഡെവലപ്മെന്റ് ആണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. പിണറായി വിജയൻ എന്ത് മറുപടി പറയുന്നു ഇക്കാര്യത്തിൽ എന്നുള്ളത് കൗതുകകരമാണ്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന് ഒടുവിൽ ഈ വിഷയം നിശ്ചയമായും ചോദിക്കപ്പെടും.